മധ്യ പൂർവേഷ്യയിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇറാൻ തയ്യാറാണെന്ന് ഒമാൻ. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ബുസൈദിയുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാന്റെ പുതിയ നേതൃത്വം തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും കൂടിക്കാഴ്ചയ്ക്ക് താൻ സമ്മതിച്ചിട്ടുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. വരും ദിവസങ്ങളിൽ ടെഹ്റാനിൽ വ്യോമാക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 43 സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പി ജെയിംസ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഇനിയിപ്പോൾ നമുക്ക് സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. ഒമാൻ ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആ വേഷത്തിലേക്ക് ഒമാൻ എത്തുകയാണ്. ഈ ഗൾഫ് മേഖലയിൽ ഒന്നാകെ അസ്വസ്ഥതകൾ പടർന്നിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ പരിക്കുപറ്റിയത് അയൽ രാജ്യങ്ങൾക്കാണ്. ഈ അയൽ രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടല്ല പ്രതികാരം ചെയ്യേണ്ടതെന്നുള്ള അർത്ഥത്തിൽ വരെ ഉള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് ഒമാൻ വീണ്ടും ഒരിക്കൽ കൂടി മധ്യസ്ഥ നീക്കങ്ങൾക്ക് മുൻകൈയെടുക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇറാൻ തന്നെ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നു. എന്താകും ഈ ചർച്ചകളുടെ ഭാവി? ഗോപികൃഷ്ണൻ, ഇതൊരു ആശ്വാസകരമായ വാർത്തയാണ് ഈ രാത്രിയിൽ വരുന്നത്. കാരണം പൊതുവെ പശ്ചിമേഷ്യ മുഴുവൻ കത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു എന്ന് മാത്രമല്ല, ഗൾഫിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഇറാന്റെ മിസൈലുകൾ വന്ന് പതിക്കുന്നു, അത് പലതും തട്ടിക്കളയുന്നു, തകർത്ത് കളയുന്നു, ഡ്രോണുകൾ വരുന്നു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കയോട് ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വരണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മധു കൊട്ടാരക്കരയൊക്കെ പറഞ്ഞല്ലോ, ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അതിൻ്റെ പേരിൽ ഒരു പുതിയ ബിസിനസ് ഗൾഫ് രാജ്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് വളരെ പെട്ടെന്ന് ഇവരെ കൈയൊഴിയാനാവില്ല. UAE, സൗദി അറേബ്യ അടക്കമുള്ള പല രാജ്യങ്ങളും, അവർക്ക് ബേസുള്ള രാജ്യങ്ങൾക്കൊക്കെ സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക അവിടെ ബേസുകൾ സ്ഥാപിക്കുന്നത്, ബിസിനസ് താല്പര്യങ്ങളും വ്യാപാര താല്പര്യങ്ങളും നടത്തുന്നത്. ഇനി അമേരിക്കയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ക്ഷീണമാണ് അല്ലെങ്കിൽ പ്രശ്നമുണ്ടാവുമെന്ന് കണ്ടാൽ അപ്പുറത്ത് ചൈന നോക്കിയിരിക്കുകയാണ്. ചൈനയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ, അറേബ്യ രാജ്യങ്ങളിൽ നല്ല ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് സാധിക്കേണ്ടത് സാധിച്ചു. അവർ ലക്ഷ്യം വെച്ചത് പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയാണ്. ഖമനിയെ മാത്രമല്ല, ഏതാണ്ട് 48 നേതാക്കളെ അടക്കമുള്ളവരെ, സൈനിക മേധാവികൾ അടക്കമുള്ളവരെ വധിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. അതിൽ മുഹമ്മദ് അഹമ്മദ് നജാദ് എന്ന മുൻ പ്രസിഡന്റ്, ഇറാന്റെ മുൻ പ്രസിഡന്റ് വരെയുണ്ട്. അവിടുത്തെ പ്രതിരോധ മന്ത്രി, സേന, ഇതിലെ IRGCയുടെ റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ, ആയത്തുള്ള ഖമനിയുടെ മകളും മരുമകനും കൊച്ചുമകൻ അടക്കമുള്ളവർ, ഇങ്ങനെ ഇവരൊക്കെ, അത് മാത്രമല്ല പ്രധാനപ്പെട്ട ടീം എല്ലാവരും വന്ന് അവിടെ ഒരു ചർച്ചയ്ക്കിരിക്കുമ്പോഴാണ് ഈ അറ്റാക്ക് വന്നിരിക്കുന്നത്. 30 ബോംബുകൾ വർഷിക്കുന്നത്. ഇത് സമാനമായ ഇത് സംഭവിച്ചിട്ടുള്ളത് ഗോപി, ലെബനനിൽ ഹെസ്ബുള്ളയുടെ ഹസൻ നസറുള്ള എന്ന ഏറ്റവും പ്രമാണിയായിട്ടുള്ള നേതാവ്, അദ്ദേഹം 30 വർഷം വരെയൊക്കെ അതിജീവിച്ചിരുന്നതാണ്. ഏറ്റവും 4 നില താഴെയുള്ള ബങ്കറിൽ അവരെ യോഗം ചേരുന്നത് ചോർത്തിയെടുത്താണ് ഇസ്രായേല് ബങ്കർ ബസ്റ്റർ ബോംബുകൾ അടിച്ച് അവരെ കൊലപ്പെടുത്തിയത്. ഏതാണ്ട് സമാനമായ തരത്തിൽ തന്നെയാണ് ഓഫീസ് 30 ബോംബുകൾ ഇട്ട് തകർത്ത് ഇതിൻ്റെ റിയൽ നേതൃത്വത്തെ മുഴുവൻ വധിച്ചത്. ഇപ്പോൾ പുതിയ നേതൃത്വമായിട്ട് നേതൃത്വം ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഒപ്പം തന്നെ ആയത്തുള്ള ആരിഫുമാണ്. അവരടങ്ങുന്ന കൗൺസിലിന് കുറച്ചും കൂടി അവർ മയപ്പെട്ടിരിക്കുന്നു. കാരണം കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞു. കാരണം ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഇറാനിലെ 500 സൈനിക കേന്ദ്രങ്ങളിൽ അടി കഴിഞ്ഞു. തുടക്കം തന്നെ 200 യുദ്ധവിമാനങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇത്രയും അടി കിട്ടി, ഇനിയും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നേതാക്കൾക്കൊക്കെ ഒരു മെസ്സേജാണ്, എവിടെ പോയാലും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും കണ്ടുപിടിച്ച് കൊല്ലുമെന്നുള്ള ഭീതി സ്വാഭാവികമായിട്ട് ഇറാനിലെ നേതൃത്വത്തിനുണ്ട്. അപ്പോൾ അവർ ചർച്ചയ്ക്ക് തയ്യാറാവുന്നു. ഇപ്പുറത്ത് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ 50,000 കോടിയുടെയൊക്കെ ബിസിനസ്, ഡോളർ എന്ന് പറയുമ്പോൾ 45 ലക്ഷം കോടിയുടെ ബിസിനസ്സാണ് UAE നടക്കുന്നത്. അതൊക്കെ പ്രശ്നത്തിലായി. 10,000-കണക്കിന് വിമാനങ്ങളാണ്, യാത്രാ വിമാനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ, ദശലക്ഷക്കണക്കിന് മലയാളികൾ ഉള്ള സ്ഥലത്ത് നമ്മളൊക്കെ വലിയ ആശങ്കയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു വലിയ വ്യത്യസ്തമായതുള്ളത് ഗോപി, ഇസ്രായേലിൻ്റെ കാര്യത്തിലാണ്. ഈ അമേരിക്കയുടെ ട്രംപ് പറയുന്ന നിലയിൽ ഇസ്രായേൽ കേൾക്കുമായിരിക്കും. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്
വ്യോമാക്രമണം ശക്തിപ്പെടുത്തുകയാണെന്ന് മാത്രമല്ല 100,000 റിസർവ് സേനയെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു യുദ്ധത്തിന് ഈ കിട്ടിയ അവസരം നോക്കി ഇറാനെ തകർത്ത് തരിപ്പണമാക്കുക എന്ന ലൈനിലാണ് ഇസ്രായേൽ കാണുന്നത്. ഒരു അടിക്കാനായിട്ട് മൊത്തം ഒരു അവസരം കിട്ടുന്ന ഇത് മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബിസിനസ് രാഷ്ട്രീയമല്ല നെതന്യാഹുവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടെ സുപ്രീം കോടതിയിലെ അഴിമതി കേസിൽ ജയിലിൽ പോകാൻ കിടക്കുകയാണ്. എന്ന് യുദ്ധം നിൽക്കുന്നു അന്ന് നെതന്യാഹുവിന് പ്രശ്നമാണ്. ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോൾ ഇസ്രായേലിനെ ശക്തമാക്കി മറ്റു രാജ്യങ്ങളെയൊക്കെ അടിച്ചൊതുക്കി എന്നുള്ള ഇത് വരണം. ഗസയിൽ 2 വർഷത്തെ യുദ്ധം നടത്തി. ലെബനനിൽ അവിടുത്തെ നേതാക്കളെയൊക്കെ ഹെസ്ബുള്ളയുടെ നേതാക്കളെ വധിച്ചു. യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.